ശബരിമലയിൽ അരവണ പ്രതിസന്ധിയിൽ പരിഹാരമായില്ല. അരവണ വിതരണം പരമാവധി 2 ടിന്നായി ചുരുക്കി. ഇതോടെ പ്രസാദ വിതരണ കൗണ്ടറുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ വൈകിട്ടോടെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന ദേവസ്വം ബോർഡ് വാക്കും ഫലം കണ്ടില്ല. കിരൺ കുമാർ സന്നിധാനത്ത് നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2 ദിവസമായിട്ട് തുടരുന്ന അരവണ പ്രതിസന്ധിക്ക് ഇതുവരെ പരിഹാരം കാണാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ ഈ അരവണ പ്രതിസന്ധി അത് കൂടുതൽ രൂക്ഷമായ ഒരു സാഹചര്യമാണ്. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ 2 ബോട്ടിൽ അരവണ മാത്രമാണ് അയ്യപ്പന്മാർക്ക് നൽകി വരുന്നത്. ഒരാൾക്ക് 2 ബോട്ടിൽ എന്ന കണക്കിലാണ് നൽകി വരുന്നത്. നേരത്തെ ഈ ഒരു പ്രതിസന്ധി തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഇത് 10 ചുരുക്കിയിരുന്നു. ഒരാൾക്ക് 10 എന്ന കണക്കിലേക്ക് ചുരുക്കി, പിന്നീട് അത് 5 ചുരുങ്ങുകയും ഇപ്പോൾ 2 കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ടിന്നുകളുടെ ലഭ്യത കുറവാണ് ഈ അരവണയുടെ പ്രതിസന്ധിക്ക് കാരണമായിട്ട് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ ഈ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഈ അരവണ ടിന്നുകൾ കൂടുതലായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ദേവസ്വം ബോർഡ് ആരംഭിച്ചു എന്നുള്ളൊരു അവകാശവാദവും കൂടി ദേവസ്വം ബോർഡ് ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കരാറുകാരൻ വീഴ്ച വരുത്തിയതാണ് ഈ ടിന്നുകളുടെ പ്രതിസന്ധിക്ക് കാരണമായിട്ട് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു കരാറുകാരന് കൂടി ടിന്നുകൾ എത്തിക്കാനായിട്ട് കരാർ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും ഇതുവരെ ഈ ടിന്നുകൾ എത്തിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി ടിന്നുകൾ വന്നാൽ മാത്രമായിരിക്കും കൂടുതലായിട്ട് അരവണ വിതരണം ചെയ്യാൻ കഴിയുക. നിലവിലുള്ള സ്റ്റോക്ക് കൂടി തീർന്നാൽ വലിയൊരു പ്രതിസന്ധിയായിരിക്കും ശബരിമലയിലേക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ശബരിമലയിൽ ഇങ്ങനെ പ്രസാദ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന. ആദ്യഘട്ടത്തിൽ അരവണയ്ക്ക് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശർക്കരയുടെ ലഭ്യത കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇത് പരിഹരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ടിന്നിൻ്റെ പേരിലുള്ള ഒരു പ്രതിസന്ധി കൂടി ശബരിമലയിൽ ഉണ്ടാകുന്നത്.